ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോപ്പ് PSC. ഇന്ന് നമുക്ക് 2025 സെപ്റ്റംബറിലെ ഒരു ഇമ്പോർട്ടൻ്റ് കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽ പഠിക്കാം കേട്ടോ. രാജ്യത്തെ സിനിമാ മേഖലയിലെ പരമോന്നത ബഹുമതി 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നമ്മളെ ലാലേട്ടന് കിട്ടിയ വിവരം കൂട്ടുകാരെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഇന്നലെ 2025 സെപ്റ്റംബർ 23 അവാർഡ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. ന്യൂഡൽഹിയിൽ നടന്നിട്ടുള്ള 71ാമത്തെ ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിലാണ് അദ്ദേഹം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് ബഹുമതി സ്വീകരിച്ചത്. ഓക്കെ, നമ്മളെ ലാലേട്ടൻ ഫാൽക്കെ നേടുന്ന ആദ്യത്തെ മലയാളി നടനാണ്. ഓക്കെ, അടൂർ ഗോപാലകൃഷ്ണൻ സാറിന് ശേഷം ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിക്കുന്ന മലയാളിയാണ് മോഹൻലാൽ. അപ്പൊ രണ്ടാമത്തെ വ്യക്തിയാണ്, അതായത് മലയാളത്തിലെ രണ്ടാമത്തെ ഫാൽക്കെയാണ് ഇത്. ഓക്കെ, ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 പുരസ്കാരമാണ് ഇത്. ഓക്കെ, അദ്ദേഹം 2 തവണ മികച്ച നടനുള്ളതടക്കം 5 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. 9 തവണ സംസ്ഥാന പുരസ്കാരവും സ്വന്തമാക്കിയിട്ടുണ്ട്. ഓക്കെ, 2001 അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരവും 2019 പത്മഭൂഷൺ പുരസ്കാരവും കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. 2009 ലാലേട്ടന് ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവിയും ലഭിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാവുന്നതാണ് അല്ലേ. പിന്നെ ഫാൽക്കെ അവാർഡിന്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം, 10 ലക്ഷം രൂപയാണ് കേട്ടോ. 1969 മുതലാണ് ഫാൽക്കെ അവാർഡ് നൽകി തുടങ്ങിയത്. 2004 ആദ്യമായി ഒരു മലയാളിക്ക് കിട്ടിയത്. മലയാളിയായ അടൂർ ഗോപാലകൃഷ്ണൻ സാറിന് ഫാൽക്കെ പുരസ്കാരം ഫസ്റ്റ് തന്നെ ലഭിച്ചു. ഓക്കെ, അതിനുശേഷം അത് കഴിഞ്ഞിട്ട് 2023 രണ്ടാമത്തെ മലയാളിയായി നമ്മളെ ലാലേട്ടന് അവാർഡ് കിട്ടുന്നത്. ഓക്കെ, തൊട്ട് മുന്നത്തെ വർഷം അതായത് 2022 പുരസ്കാരവും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം. നടനും രാജ്യസഭാ അംഗവും ആയിരുന്ന മിഥുൻ ചക്രവർത്തിക്കായിരുന്നു ലഭിച്ചത് കേട്ടോ. അദ്ദേഹം മലയാളി ഒന്നല്ല, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇന്ത്യൻ സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഏറ്റവും വലിയ ബഹുമതി നേടിയ നമ്മളെ ലാലേട്ടൻ പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് കുറച്ച് സെന്റൻസ് പറഞ്ഞായിരുന്നു. അപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ നിമിഷം എൻ്റേത് മാത്രമല്ല, ഇത് മുഴുവൻ മലയാള സമൂഹത്തിനും അവകാശപ്പെട്ടതാണ്. മലയാള സിനിമയെ കാഴ്ചപ്പാടും കലാപരതയും കൊണ്ട് രൂപപ്പെടുത്തിയ എല്ലാവർക്കും വേണ്ടി ഈ അവാർഡ് സ്വീകരിക്കാൻ കാലം എന്നെ തെരഞ്ഞെടുത്തതാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വന്യമായ സ്വപ്നങ്ങളിൽ പോലും ഈ അംഗീകാരം ഉണ്ടായിരുന്നില്ല. ഇത് മാന്ത്രികമാണ്, പവിത്രമാണ്. ഓക്കെ, ഈ എളിമയേറിയ വാക്കുകൾക്ക് മുന്നിൽ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ലാലേട്ട, നിങ്ങൾ ഈ മലയാളക്കരയുടെ മാന്ത്രികമാണ്, അതേപോലെ അഭിമാനമാണ്. നിങ്ങൾ തീർച്ചയായും ഈ അംഗീകാരം അർഹിക്കുന്നുണ്ട്. കൺഗ്രാറ്റുലേഷൻസ് ലാലേട്ട. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.